പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അടുത്ത വാർത്തയിലേക്ക് പോയല്ലേ. ഈ IT ജീവനക്കാരനെ മർദ്ദിച്ച സംഭവത്തിൽ നടി ലക്ഷ്മി മേനോനും സുഹൃത്തും മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകും. IT ജീവനക്കാരനും സുഹൃത്തുക്കളും ചേർന്ന് മർദ്ദിച്ചുവെന്നും കടന്നുപിടിക്കാൻ ശ്രമിച്ചുവെന്നും പരാതിയിൽ പരാമർശമുണ്ട്. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ ഇക്കാര്യം പരാമർശിച്ചിട്ടില്ലെങ്കിലും പോലീസുകാർ നടപടിയെടുത്തില്ല എന്നാണ് നടിയുടെ വാദം. അതേസമയം നടിയെ കണ്ടെത്തി മൊഴിയെടുക്കാൻ ശ്രമിക്കുന്നതായി പോലീസ് പറയുന്നുണ്ട്. സഹിൻ ആന്റണിയോട് ചോദിക്കാം കൂടുതൽ വിശദാംശങ്ങൾ. സഹിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വാർത്തയിലേക്ക് വരുന്നതിന് മുമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു ഓണമൊക്കെ? അടിപൊളിയായിരുന്നു സേതു, അടിപൊളി. സൂപ്പർ ഓണം, സൂപ്പർ ഓണം. എങ്ങനെയുണ്ടായിരുന്നു സേതുവിന്? എങ്ങനെ ഉണ്ടായിരുന്നു? പ്രേക്ഷകർക്കൊപ്പമായിരുന്നില്ലേ? ന്യൂസ് മലയാളത്തോടൊപ്പമായിരുന്നു ഓണം, അതുകൊണ്ട് അടിപൊളിയായിരുന്നു. ശരി, അപ്പൊ നമുക്ക് ഇനി വാർത്തയിലേക്ക് വന്നാലേ. എനിക്കൊന്ന് എന്റെ വൈഫ് മനീഷ രാധാകൃഷ്ണനെ വയ്യാതെ അടങ്ങണായിരുന്നു. ഓ, അത് ശരി. ഇപ്പൊ ഓക്കെ ആയോ? അപ്പൊ അദ്ദേഹത്തോടൊപ്പം വരുന്നു പിന്നീട് ഉച്ച കഴിഞ്ഞിട്ട്. ഓക്കെ റെക്കോർഡ് ഓക്കെ തന്നെ. ഓക്കെ ശരി. ഇപ്പം ഈ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ ഇപ്പൊ എന്താണ് സഹിനെ പോലീസ് പറഞ്ഞത്? ഇപ്പം അങ്ങനെ ആകെ മറിയുകയാണല്ലോ. സേതു, അത് ഈ പറയുന്ന 17-ാം തീയതി വരെ, ഈ വരുന്ന 17-ാം തീയതി വരെ നടി ലക്ഷ്മി മേനോന്റെ അറസ്റ്റ് കോടതി തടഞ്ഞിട്ടുണ്ട്. പക്ഷേ ലക്ഷ്മി മേനോനും സുഹൃത്തും DGPക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഈ കേസിൽ. ഈ പറയുന്ന IT ജീവനക്കാരനും സുഹൃത്തുക്കളും തങ്ങളെ കടന്നു പിടിക്കാൻ ശ്രമിച്ചെന്നും ഒപ്പം തന്നെ മർദ്ദിച്ചു എന്നുള്ളതുമാണ് ഇവരുടെ പരാതി. കഴിഞ്ഞ ദിവസം തന്നെ ലക്ഷ്മി മേനോടൊപ്പം പ്രതികരിക്കപ്പെട്ട സോണാമോൾ അവർ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞത് തങ്ങളെ ബിയർ കുപ്പിക്ക് അടിച്ചു ഈ പറയുന്ന IT ജീവനക്കാരനും സുഹൃത്തുക്കളും ചേർന്ന്. അതിൽ നിന്നാണ് ഈ മർദ്ദനം ആരംഭിച്ചത് എന്നുള്ളതാണ്. എന്തായാലും അതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവർ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകാൻ പോകുന്നത്. അപ്പോൾ തന്നെ നോർത്ത് പോലീസിൽ ഇവരൊരു പരാതി നൽകിയിരുന്നു. ആ പരാതിയിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ളൊരു ആക്ഷേപം കൂടി ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഈ കേസിൽ കൃത്യമായ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രിയെയും DGPയെയും സമീപിക്കാൻ ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ലക്ഷ്മി മേനോൻ നിലവിൽ ഒളിവിലാണ് എന്നുള്ളതാണ് പോലീസിൻ്റെ ഭാഷ്യം. മാത്രമല്ല, ഇവരെ കണ്ടെത്തി ഇവരുടെ മൊഴിയെടുക്കാനും ഇവരുടെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ അറസ്റ്റിലേക്ക് പോകില്ല, പകരം ഇവരുടെ മൊഴിയെടുക്കുന്നു. ഇവർ നൽകിയിട്ടുള്ള പരാതിയിൽ കാര്യങ്ങൾ പോലീസിന് വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. ഇതെല്ലാം സംബന്ധിച്ച് പോലീസിന് ഇവരിൽ നിന്നും കാര്യങ്ങൾ അല്ലെങ്കിൽ വിവരങ്ങൾ ശേഖരിക്കണമെങ്കിൽ ഇവരെ കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. പക്ഷേ നിലവിൽ ഇവരിപ്പോൾ ഒളിവിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ കേസിൽ ലക്ഷ്മി മേനോനോടൊപ്പം ഉണ്ടായിരുന്ന 3 പേരും അറസ്റ്റിലായിരുന്നു. ലക്ഷ്മി മേനോൻ കൊടുത്ത കേസ് എങ്ങും എത്തിയിട്ടുമില്ല. സേതു, നമുക്കറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ ദിവസം വെലോസിറ്റി ബാറിൽ വെച്ച് ഉണ്ടായ തർക്കത്തെ തുടർന്നാണ് പിന്നീട് തട്ടിക്കൊണ്ടുപോകലിലേക്കും ഒപ്പം തന്നെ അത് മർദ്ദനത്തിലേക്കും എല്ലാം കലാശിക്കുന്നത്. വെലോസിറ്റി ബാറിൽ എല്ലാവരും മദ്യലഹരിയിലായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നതും. ഓക്കെ സഹിൻ, ശരി. അപ്പോൾ സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങളൊക്കെ നൽകിയത്.